പോലീസ് സേനയ്ക്കുള്ളിൽ പോലീസുകാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചുള്ള നിരവധി വാർത്തകൾ പുറത്തുവരുമ്പോൾ ഇപ്പോഴാ കാസർഗോഡ് ഒരു പോലീസുകാരൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട വാർത്ത വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവരികയാണ്. കാസർഗോഡ് എയർ ക്യാമ്പിലെ CPO സുധീഷാണ് മരണപ്പെട്ടിരിക്കുന്നത്. 40 വയസ്സാണ് സുധീഷിന്. കറന്തക്കാട് പഴയ ആശുപത്രി കെട്ടിടത്തിന്റെ മുൻവശത്താണ് സുധീഷിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നതും. ഏറെ നാളായി അടഞ്ഞുകിടക്കുന്ന ആശുപത്രി കെട്ടിടത്തിന്റെ വളപ്പിൽ ഒരാൾ കമിഴ്ന്നു കിടക്കുന്നത് നാട്ടുകാരാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. തുടർന്ന് സമീപവാസികളെ വിവരം അറിയിച്ചു. ഇതിന് പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു. ഇതിനു മുമ്പ് തന്നെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലായിരുന്ന സുധീഷ് നടപടികൾ നേരിട്ടതിന്റെ ഭാഗമായി എയർ ക്യാമ്പിലേക്ക് എത്തിയെന്നാണ് വിവരങ്ങൾ. അടുത്തിടെ മെഡിക്കൽ അവധിയിലൊക്കെ ആയിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരണം സംഭവിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും സംഭവത്തിൽ മറ്റ് ദുരൂഹതകളുണ്ടോ എന്നുള്ളതും പോലീസ് അന്വേഷിക്കുകയാണ്. ഈ സംഭവത്തിൽ മേൽ നടപടികളൊക്കെ പൂർത്തിയാക്കി പോലീസ് അന്വേഷണം ഇപ്പോൾ ആരംഭിക്കുന്നു. അതേസമയം ഈ അടുത്തിടെയായിട്ട് ജോലി ഭാരവും കൂടാതെ സേനയിൽ നിന്ന് തന്നെ ചില പണി കിട്ടലൊക്കെ കാരണം ആത്മഹത്യ ചെയ്ത നിരവധി പോലീസുകാരുടെ വിവരങ്ങളൊക്കെ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതെല്ലാം തന്നെ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. പോലീസ് സേനയിൽ ഇപ്പോൾ മാനസിക പീഡനമൊക്കെ വർദ്ധിക്കുന്നു എന്നതാണ് അത്തരം സംഭവങ്ങളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വ്യക്തമായത്. പോലീസിൽ ഏറ്റവും കൂടുതൽ അച്ചടക്ക നടപടിക്ക് വിധേയരാകേണ്ടി വരുന്ന ഒരു വിഭാഗം പോലീസ് എന്ന് പറയുന്നത് സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരാണ്. എന്ത് ആരോപണമുണ്ടായാലും അല്ലെങ്കിൽ സ്റ്റേഷനിൽ എന്ത് പ്രശ്നമുണ്ടായാലും തന്നെ ആദ്യം സർക്കാർ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നതടക്കം സ്റ്റേഷനിൽ ചുമതലയുണ്ടായിരുന്ന SHO ആയിരിക്കും. ഇൻക്രിമെന്റും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ മറ്റ് വകുപ്പുകളിലെല്ലാം തന്നെ കൃത്യമായി ലഭിക്കുമ്പോൾ 24 മണിക്കൂറും 7 ദിവസവും അതായത് 30 ദിവസവും ഒക്കെ മഴയായാലും വെയിലായാലും മഞ്ഞായാലും ഒക്കെ പരാതിയില്ലാതെ വരുന്നെന്ന് പണിയെടുക്കുന്ന പോലീസ് എന്ന് വേണം പറയാൻ. എന്നാൽ ഇതൊന്നും ഇവർക്ക് ബാധകമാകുന്നില്ല. ദിവസവും പല പല പ്രശ്നങ്ങൾ കേട്ടും കണ്ടും കടന്നുപോകുന്ന സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും കൃത്യമായി കൗൺസിലിംഗ് പോലും ലഭിക്കാറില്ല എന്നതാണ് മറ്റൊരു സത്യം. അതേസമയം മാനസികാരോഗ്യം ഇത്രയധികം കുഴപ്പത്തിലാക്കുന്ന മറ്റൊരു തൊഴിൽ പോലും കാണില്ലെന്ന് വേണം പോലീസ് സേനയിൽ അല്ലെങ്കിൽ പോലീസിലെ നോക്കി നമുക്ക് പറയാൻ സാധിക്കുക. കൃത്യമായി ശമ്പളമൊക്കെ വാങ്ങിയിട്ടല്ലേ എന്നൊക്കെ പറയാനൊക്കെ എളുപ്പമാണ്. പക്ഷേ കളത്തിലിറങ്ങിയാലേ കാക്കിക്കുള്ളിൽ കരയുന്നവരെ കാണാനാകൂ എന്നതാണ് ഇത്തരം സംഭവങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത്. ഈ അടുത്തിടെ പോലീസ് സേനയിലെ പീഡന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. തൃശൂരിൽ പോലീസുകാരൻ വീട്ടിൽ തൂങ്ങി മരിച്ച വാർത്തകളാണ് പുറത്തു വന്നത്. തൃശൂർ എയർ ക്യാമ്പിലെ ഡ്രൈവറും പെരുമ്പളശ്ശേരി സ്വദേശിയുമായ 40 വയസ്സുകാരൻ ആദിഷായിരുന്നു അന്ന് മരണപ്പെട്ടത്. പെരുമ്പളശ്ശേരിയിലുള്ള വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയതും. തൃശൂർ സിറ്റി കൺട്രോൾ റൂമിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരവെ 2022 ഒക്ടോബർ മുതലാണ് കാരണം ബോധിപ്പിക്കാതെ ജോലിക്ക് ഹാജരാക്കാത്തതിന് പോലീസ് സേനയിൽ നിന്നും ഡെസേർട്ട് കിട്ടിയത്. ചെറുപ്പ് പോലീസ് സ്ഥലത്തെത്തിയാണ് മേൽ നടപടികളൊക്കെ സ്വീകരിച്ചത്. അതേസമയം CIയും റൈറ്ററും ഒക്കെ തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇദ്ദേഹം ഇക്കഴിഞ്ഞ നാളിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോലീസിന്റെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു ആത്മഹത്യ ഭീഷണി മുഴക്കിയ ഒരു വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. കൊടുമൺ പോലീസ് സ്റ്റേഷനിലെ CPO സുനിൽകുമാറാണ് പോലീസ് സ്റ്റേഷനിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ താൻ ആത്മഹത്യ ഭീഷണി മുഴക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.